നമുക്ക് മത്തി വറ്റിച്ചത് നോക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കുറച്ച് മത്തി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. ആദ്യമേ ഒരു പാൻ എടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/4 ടീസ്പൂൺ കോൺഫ്ലവർ മാവ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പിഴിപുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് മസാലക്കൂട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് മസാലക്കൂട്ട് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് തെളിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു 15 ചെറുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞ് ഫിഷ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നല്ലപോലെ വറ്റി വരുന്നുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അടുത്തതായി നമുക്ക് ഇനി ഇതൊന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. 2-3 പ്രാവശ്യം ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ഇവിടെ കണ്ട അടിപൊളി മത്തി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക.